കരുനാഗപ്പള്ളി കാറ്റ്സ് അക്കാദമി കുടുംബസംഗമം നടത്തി. 2024-25 വർഷം കേന്ദ്രസേനയിൽ ഉദ്യോഗസ്ഥരായവരെ കുടുംബസംഗമത്തിൽ അനുമോദിച്ചു. കരുനാഗപ്പള്ളി കാറ്റ്സ് അക്കാദമിയാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം 2024-25 വർഷം കേന്ദ്രസേനയിൽ ഉദ്യോഗസ്ഥരായവരെ അനുമോദിക്കുകയും ചെയ്തു. കുടുംബസംഗമവും അനുമോദനവും CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ പ്രായമാണ് ഒരുപക്ഷെ നിങ്ങളിലുള്ള ഊർജം, നിങ്ങളിലുള്ള ഒരു കായിക ക്ഷമത, ഒരു കരുത്ത്, ഒരു മാനസിക ധൈര്യം, ഒരു സാഹസികത, ഇത് നന്മയിലേക്ക് വഴിതിരിച്ചു വിട്ടില്ലെങ്കിൽ അത് അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകും. ഏതായാലും നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ലഭിക്കുന്ന ശാരീരികമായിട്ടുള്ള കരുത്തും ഊർജവും, മാനസികമായ കരുത്തും ഊർജവും, സാഹസികത ചെയ്യാനുള്ള താല്പര്യവും നിങ്ങൾക്ക് മുമ്പുള്ള പ്രായക്കാർക്കും കാണില്ല, പിറകിലുള്ള പ്രായക്കാർക്കും കാണില്ല. അപ്പോൾ ആ സാഹസിക ചെയ്യാനുള്ള മനസ്സിന്, ഓടാനുള്ള മനസ്സിന്, ചാടാനുള്ള മനസ്സിന്, എന്തും ചെയ്യാൻ പോകുന്ന ആ മനക്കരുത്തിന്, ശാരീരിക കരുത്തിന് രാജ്യത്തിൻ്റെ നന്മയിലേക്കും കുടുംബത്തിൻ്റെ നന്മയിലേക്കും സമൂഹത്തിൻ്റെ നന്മയിലേക്കും നിങ്ങളുടെ നന്മയിലേക്കും വഴിതിരിച്ചു വിടുന്ന ഒരു വലിയ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഏറ്റവും മഹനീയമായ ഒരു സ്ഥാപനമാണ് ഈ കാറ്റ്സ് അക്കാദമി എന്ന അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാറ്റ്സ് ഡയറക്ടർ സജി സ്വാഗതം പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കേണൽ പ്രകാശ് ധരൻ അനുമോദനം നിർവഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോപാർക്ക്, ഇടക്കുളങ്ങര ദേവസ്വം വൈസ് പ്രസിഡന്റ് വേലായുധപിള്ള, കൗൺസിലർ നീലു, ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. ഒരു വർഷത്തിനുള്ളിൽ കേന്ദ്രസേനകളിൽ സെലക്ഷൻ കിട്ടിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള 30 പേരെ ഉപഹാരം നൽകി അനുമോദിച്ചു. 7 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പരിശീലന സ്ഥാപനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി പങ്കെടുത്ത 1000-ലധികം പേർക്ക് സേനകളിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. മുൻ സൈനികനായ സജ്ജിയാണ് കാറ്റ്സിന് മേൽനോട്ടം വഹിക്കുന്നത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ട്രെയിനിങ് ഇതിന് ഭയങ്കര ടഫാണ്. പിന്നെ ഡിഫൻസ് ഫോഴ്സസ് എന്ന് പറയുന്നത്, ഡിഫൻസ് ഫോഴ്സസ് ഞാൻ പറയുന്നില്ല ആർമിയും ബാക്കി റെയിൽവേസും അത് സെയിം ആണ്. പക്ഷേ ഡിഫൻസ് ഫോഴ്സിലെ ട്രെയിനിങ്ങിൻ്റെ ഈ ഒരു സ്റ്റൈലോ ഇതിൻ്റെ രീതി കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ബാക്കി എല്ലാവരെയും കാട്ടി. പിന്നെ ഈ അഗ്നിവീർ എന്ന് പറയുന്നത് ബേസിക്കലി ഇവരിന്ന് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ റെസ്പെക്റ്റീവ് സെൻറ്റേഴ്സ്, അതായത് ഇപ്പം എഞ്ചിനീയറോ സിഗ്നൽസോ പിന്നെ ഇൻഫൻട്രി യൂണിറ്റ്സിലോ ആർട്ടിലറിയിലേക്ക് ട്രെയിനിങ്, അവരുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് 4 വർഷത്തേക്കാണ് യൂണിറ്റിലേക്ക് വിടുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.